സ്തുതിക്കട്ടെ. നോമ്പുകാലത്തിലെ ഒന്നാം ദിവസത്തിന്റെ ചിന്ത. വിശുദ്ധ ഡൊമിനിക് സേവിയറുടെ ജീവിതത്തിൽ ഒരു സംഭവം ഇവിടെ പരാമർശിക്കട്ടെ. ഡൊമിനിക്കിന് ആരോഗ്യം തീരെ കുറവായിരുന്നു. സ്കൂളിലേക്ക് 2 മൈൽ ദൂരം നടക്കണം. കഠിനമായ തണുപ്പിലും ചൂടിലുമൊക്കെ തനിച്ചു നടന്നു വേണം സ്കൂളിലെത്താൻ. ഒരു ദിവസം ഉച്ചയ്ക്ക് 2 മണി സമയം, നല്ല ചൂടുള്ള ദിവസം, അവൻ തനിച്ചു നടക്കുമ്പോൾ ഒരു മനുഷ്യൻ അവനെ സമീപിച്ചു ചോദിച്ചു, ഇങ്ങനെ തനിയെ നടക്കുന്നതിന് ഭയമില്ലേ? അവന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാൻ തനിച്ചല്ല സാർ, എന്റെ കാവൽ ദൂതനും കൂടെയുണ്ട്. കൊള്ളാം. എങ്കിലും എല്ലാ ദിവസവും പല പ്രാവശ്യം ഇങ്ങനെ നടക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമല്ലേ? ഓ അല്ല, നല്ല പ്രതിഫലം തരുന്ന ഒരു യജമാനന് വേണ്ടി വേല ചെയ്യുമ്പോൾ ഒന്നും പ്രയാസമുള്ള കാര്യമല്ല. ആരാണ് കുഞ്ഞി ആ യജമാനൻ? അതറിയില്ലേ, നമ്മുടെ നല്ല ദൈവം തന്നെ. ഈശോയുടെ കൂടെ നടക്കുന്നതാണ് ഇഹത്തിൽ ഒരാത്മാവിന് കൈവരിക്കാവുന്ന ഏറ്റവും വലിയ ആനന്ദം എന്ന് ആ വിശുദ്ധ ബാലൻ ചെറുപ്പത്തിൽ തന്നെ അനുഭവിച്ചറിഞ്ഞു. സ്കൂളിലേക്ക് പോകുമ്പോഴും ഈശോയെയും കാവൽ ദൂതനെയും പരിശുദ്ധ അമ്മയെയും കൂട്ടിനെ വിളിച്ചുകൊണ്ട് അവരുടെ കൂടെ കൊച്ചു കൊച്ചു സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു പോകുമായിരുന്നു സാവി. ഈശോ കൂട്ടിനുണ്ട് എന്ന അനുഭവമാണ് ആത്മീയതയുടെ അടിസ്ഥാനം. അത് നമ്മുടെ ആത്മാവിന് ബലവും കരുത്തും നൽകുന്നു. ഈ നോമ്പുകാലത്തും നമുക്കും ഈശോയുടെ കൂടെയായിരിക്കാം.